ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കിങ് സ്നേക്ക് എന്ന് വിളിക്കപ്പെടുന്ന പാമ്പിനെ പറ്റിയാണ്. കിങ് സ്നേക്കുകൾ ലാബ്രോപെൽറ്റീസ് എന്ന ഇനത്തിൽപ്പെടുന്ന ഈ പാമ്പുകൾ വിഷമില്ലാത്തവയാണ്. ഇവയെ കാണപ്പെടുന്നത് പ്രധാനമായും വടക്കേ അമേരിക്കയിലാണ്. ഇവയ്ക്ക് വിഷമില്ലാത്തതുകൊണ്ട് മനുഷ്യർക്ക് നേരിട്ട് ഇവയെക്കൊണ്ട് അപകടം വരാറില്ല. ഇവ റാറ്റിൽ സ്നേക്ക്, കോപ്പർഹെഡ്, കോറൽ സ്നേക്ക് മുതലായ വിഷപ്പാമ്പുകളെ ഭക്ഷിക്കുന്നത് കൊണ്ടാണ് കിങ് എന്ന പേര് ഈ പാമ്പിനെ വിളിക്കുന്നത്. ഇങ്ങനെ ഈ വിഷമില്ലാത്ത പാമ്പ് വിഷപ്പാമ്പുകളെ കഴിക്കുന്നത് കൊണ്ടാണ് ഓഫിയോഫേജസ് സ്വഭാവക്കാരാണ് എന്നീ പാമ്പുകളെ പറയുന്നത്. ഈ പാമ്പുകളുടെ ശരീരത്തിന് കറുപ്പ്, വെള്ള, മഞ്ഞ, ചുവപ്പ് നിറങ്ങളുടെ വളയങ്ങളോ പുള്ളികളോ അടങ്ങിയ അതിസുന്ദരമായ ശരീര രൂപമാണ് ഉള്ളത്. സാധാരണയായി 1-2 മീറ്റർ നീളത്തിലുള്ളതായിരിക്കും ഈ പാമ്പുകൾ. ഇവയ്ക്ക് ആക്രമണ സ്വഭാവം കുറവാണ്. അഥവാ ഇവരെ പിടിച്ചാൽ കോയിൽ പോലെ ചെയ്യുകയോ അല്പം കടിക്കുകയോ ചെയ്യാം. പക്ഷേ അപകടമൊന്നുമില്ല. ഈ പാമ്പുകൾ ഭക്ഷിക്കുന്നത് വിഷമുള്ള പാമ്പുകൾ, ചെറിയ പല്ലികൾ, പക്ഷിക്കുഞ്ഞുങ്ങൾ, എലി, മുയൽക്കുഞ്ഞ് മുതലായ ചെറു സസ്തനികളെയാണ്. കിങ് സ്നേക്കുകൾ താമസിക്കുന്നത് വനപ്രദേശങ്ങൾ, മരുഭൂമി, പുല്ലുള്ള സ്ഥലങ്ങൾ, കൃഷിയിടങ്ങൾ എന്നിവിടങ്ങളിലാണ്. യഥാർത്ഥ കിങ് സ്നേക്ക് ഇന്ത്യയിൽ ഇല്ല. കേരളത്തിൽ കാണപ്പെടുന്ന പച്ചിലപ്പാമ്പ്, മൂർഖൻ, വയറിലി, കറ്റാൻ, ചെറുപാമ്പുകൾ തുടങ്ങിയവ ചിലപ്പോൾ നിറം കൊണ്ടും രൂപ സാദൃശ്യത്താലും കിങ് സ്നേക്ക് പോലെ തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവ യഥാർത്ഥത്തിൽ കിങ് സ്നേക്ക് അല്ല. ഇവയെ ഉത്തര തെക്കൻ അമേരിക്കയിൽ മാത്രമേ കാണപ്പെട്ടിട്ടുള്ളൂ. ഇന്ത്യയിലെ വിഷമില്ലാത്ത പാമ്പുകളിൽ കോമൺ ട്രിങ്കറ്റ് സ്നേക്ക്, റാറ്റ് സ്നേക്ക്, വാൾഫ് സ്നേക്ക് എന്നിവയാണ്. റാറ്റ് സ്നേക്ക്, വൾഫ് സ്നേക്ക് എന്നിവയാണ് ചിലപ്പോൾ കിങ് സ്നേക്ക് ആയി തെറ്റിദ്ധരിക്കപ്പെടാറുള്ളത്. കിങ് സ്നേക്കുകളെ പലപ്പോഴും നിലത്തിനടിയിലും കല്ലിനടിയിലും മരച്ചില്ലകളുടെ ഇടയിലും ഒളിച്ച് കഴിയുന്നതായി കണ്ടിട്ടുണ്ട്. കിങ് സ്നേക്കുകൾ മുട്ടയിടുന്നവയാണ്. വേനൽക്കാലത്ത് 5 മുതൽ 20 വരെ മുട്ടയിടുന്നു. വിരിഞ്ഞ് ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് 20 മുതൽ 25 സെൻറ്റിമീറ്റർ നീളം വരെ ഉണ്ടായിരിക്കും. അവ ഉടൻ തന്നെ വേട്ട തുടങ്ങാറുമുണ്ട്. വന്യജീവിതത്തിൽ 10 മുതൽ 15 വർഷം വരെ ജീവിക്കും. സംരക്ഷണത്തിൽ ഇവയ്ക്ക് 20 വർഷത്തോളം ജീവിക്കാൻ കഴിയുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.